ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ അമേരിക്കൻ നിയോ വെസ്റ്റേൺ ക്രൈം ത്രില്ലർ മൂവിയാണ്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമാ കൗണ്ടി. യുമാ കൗണ്ടി എന്ന് പറയുന്നത് യുഎസിലെ അരിസോണയിലെ ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിൽ 1970കളിൽ നടക്കുന്ന ഒരു ചെറിയ ഇൻസിഡന്റിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ ആയിട്ട് തോന്നിക്കും വിധം എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടമാണിത്. സെയിം ലൊക്കേഷനും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് ഉള്ളതെങ്കിലും നെക്സ്റ്റ് മൊമെന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പ്രേരിപ്പിക്കുന്ന വിധമാണ് സ്റ്റോറി പോകുന്നത്. ആൻഡ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പീക്ക് മൊമെന്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സോങ്സും കൂടി അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹൈവേയിലുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനാണ്, മീൻസ് പെട്രോൾ പമ്പ്. അവിടെ മൊത്തത്തിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീൽ ആണുള്ളത്. ആളനൊക്കെ ഒന്നുമില്ല, പക്ഷെ ഒരു കുഞ്ഞു കിളി അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. പുള്ളിക്കാരൻ കാറും കൊണ്ട് വരുമ്പോൾ ആ ഒരു കിളി അവിടെ നിന്ന് പറന്നു പോവുകയാണ്. നമ്മുടെ ഹീറോയുടെ കാറിലെ ഫ്യൂൽ എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോഴത് റീഫിൽ ചെയ്യാനാണ് ഇവിടെ നിർത്തിയത്. ഹീറോയുടെ കാറിന്റെ ശബ്ദം കേട്ട് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ നടത്തുന്ന വെർണൻ അവിടേക്ക് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ ഫ്യൂലും തീർന്നിരിക്കുകയാണ്. വെർണൻ ആണെങ്കിൽ പമ്പ് റീഫിൽ ചെയ്യാനായിട്ട് രാവിലെ മുതൽ ഫ്യൂൽ ട്രക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇതുവരെ അതിവിടെ എത്തിയിട്ടില്ല. ഇവിടെ അടുത്തായിട്ട് വേറെ ഗ്യാസ് സ്റ്റേഷൻ ഒന്നും തന്നെയില്ല. ഉള്ളതാണെങ്കിൽ 100 മൈൽസ് അപ്പുറത്താണ്. സോ നമ്മുടെ ഹീറോയ്ക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാതെ വേറെ നിവൃത്തിയൊന്നും തന്നെയില്ല. അത് മനസ്സിലാക്കുന്ന വെർണൻ അപ്പുറത്തുള്ള ഡൈനറിൽ വെയിറ്റ് ചെയ്തോളൂ, ട്രക്ക് വരുമ്പോൾ പറയാമെന്ന് അറിയിക്കുകയാണ്. അതിനെ തുടർന്ന് ഹീറോ അപ്പുറത്തുള്ള ഡൈനർ മീൻസ് റെസ്റ്റോറന്റിന് മുന്നിലായിട്ട് കാറ് പാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അവിടേക്ക് ഒരു ഷെറീഫിന്റെ കാറും വരുന്നുണ്ട്. ആക്ച്വലി ഈ ഡൈനർ നടത്തുന്ന ലേഡിയുടെ ഹസ്ബൻഡാണ് ഈ ഷെറീഫ്. പുള്ളിക്കാരൻ അവളെ ഡ്രോപ്പ് ചെയ്യാണ് വന്നത്. ആ ഒരു കാഴ്ചയെ കണ്ട് ഹീറോ തന്റെ കാറിൽ ഇരിക്കുമ്പോൾ ഷെറീഫ് അവനെ നോക്കി കൈ കാണിച്ചിട്ട് മടങ്ങി പോവുകയാണ്. ശേഷം ഹീറോ തന്റെ കാറിലെ FM ഓണാക്കുമ്പോൾ ഇവിടെയുള്ള ബാങ്കിൽ നിന്ന് $7 ലക്ഷം കൊള്ളയടിച്ച് 2 കള്ളന്മാർ കടന്നു കളഞ്ഞ ന്യൂസ് കേൾക്കുന്നുണ്ട്. അവന്മാർ ഒരു ഗ്രീൻ പിന്റോ കാറിലാണ് പണവുമായി കടന്നത്. കാറിന്റെ ബാക്ക് സൈഡിൽ നല്ലൊരു ഡാമേജും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കേട്ട് ഹീറോ ഇവിടെ കാറിൽ ഇരിക്കുമ്പോൾ കുറച്ച് ദൂരങ്ങൾക്കപ്പുറം റോഡിൽ നിന്ന് മാറി വഴിയോരത്ത് ഒരു ട്രക്ക് മറിഞ്ഞു വീണ് കിടക്കുന്നത് കാണാം. അതിലെ ഡ്രൈവറും ഓൾമോസ്റ്റ് ഡെഡ് ആയ പോലെ കാണിച്ചുകൊണ്ട് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ ഇടുകയാണ് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമാ കൗണ്ടി. ഇതൊരു ഫ്യൂവൽ ട്രക്ക് ആയതുകൊണ്ടും ഇങ്ങനെ ഇവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നത് ആരും കാണാത്തത് കൊണ്ടും ഈ ഒരു ട്രക്കിന് വേണ്ടിയാണ് നമ്മുടെ ഹീറോയും വെർണനും ഒക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിന് ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തില്ല എന്നറിയാതെ നമ്മുടെ ഹീറോ ഇപ്പോഴും അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡൈനർ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണ് ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ. അവനെ ഇവിടുത്തെ ലേഡിയായ ചാർലറ്റ് വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്യാസ് സ്റ്റേഷനിൽ ഫ്യൂവൽ ഇല്ല എന്ന വിവരം അവൻ അവളെ അറിയിക്കുന്നു. അങ്ങനെ അവർ കൂടുതലായിട്ട് സംസാരിക്കുമ്പോഴാണ് നാളെ അവന്റെ മകള് സേറയുടെ ബർത്ത്ഡേ ആണെന്നും ഇന്ന് അവളുടെ കൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്ന വഴിയാണ് ഇവിടെ സ്റ്റക്ക് ആയതെന്നും ഹീറോ പറയുന്നത്. ആക്ച്വലി സേറ ഇപ്പോഴുള്ളത് കാലിഫോർണിയയിലാണ്. അവളുടെ അമ്മയുടെയും 2 അച്ഛനെയും കൂടെയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ജീവിതത്തിലധികം രക്ഷപ്പെടാത്ത ഒരു നൈഫ് സെയിൽസ്മാൻ ആണ്. പക്ഷെ അവന്റെ ജോലി അവനിവിടെയും ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ ചാർലറ്റ് അവിടുത്തെ ഫേമസ് ആയ റുബാർ പൈയിൽ നിന്നൊരു പീസ് എടുത്ത് അവന്റെ മകളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവൻ ചോദിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറും കൊടുക്കുകയാണ്. ആക്ച്വലി ചാർലറ്റിനും ഹസ്ബൻഡിനും ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ അവൾ വളരെ സ്നേഹത്തോടെയാണ് സേറയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുത്തത്. പോരാത്തതിന് ലേറ്റ് ആകുന്നവരും സാറയെ അറിയിക്കണമെങ്കിൽ ഇവിടുത്തെ ഫോണിൽ നിന്ന് വിളിച്ചോളാനും അവൾ പറയുന്നുണ്ട്. ശേഷം ഹീറോ ആ ഒരു ന്യൂസ് പേപ്പറിലെ പസിൽ സോൾവ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഗ്യാസ് സ്റ്റേഷനിലേക്ക് അടുത്തൊരു കാർ വരുന്നത്. വെർണൻ വന്നിട്ട് അവരോടും ഹീറോയോട് പറഞ്ഞ അതേ കാര്യം പറയുകയാണ്. പക്ഷേ ഇവന്മാർ നമ്മുടെ ഹീറോയെ പോലെ അത്ര പാവങ്ങളൊന്നുമല്ല. അതിലൊരുത്തൻ മാത്രമാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അവന്മാർ ഹീറോയുടെ കാറിനടുത്തായിട്ട് അവരുടെ കാറും പാർക്ക് ചെയ്യുമ്പോഴാണ് കാണുന്നത് അത് നേരത്തെ കേട്ട ന്യൂസിലെ പോലെ ഗ്രീൻ പിന്റോ കാറാണ്. പോരാത്തതിന് ബാക്ക് സൈഡിൽ ഡാമേജുമുണ്ട്. സോ ഇവന്മാർ തന്നെയാണ് റോബറി നടത്തിയത്. ഇതിൽ ഈ വെള്ളയുടുപ്പെട്ടവൻ ഇങ്ങനെ ബ്ലാ ബ്ലാ സംസാരിച്ചു കൊണ്ടിരിക്കും. സോ അപ്പുറത്തിരിക്കുന്നവനാണ് ശരിക്കും തലക്ക് വെളിവുള്ള മെയിൻ വില്ലൻ. ഇവന്മാർ ഈ പണവും കൊണ്ട് മെക്സിക്കോയിലേക്ക് രക്ഷപ്പെടാനുള്ള പ്ലാനിലാണ്. പക്ഷേ കറക്റ്റ് സമയത്ത് ഫ്യൂവൽ തീർന്ന് ഇവിടെ സ്റ്റെക്കായി. എന്തായാലും പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഡൈനറിനകത്ത് AC ഉണ്ടാകുമെന്ന് പറഞ്ഞ് എങ്ങും എത്താത്ത ക്രോപ്പ് ടോപ്പ് ഇട്ടവൻ കോഫി കുടിക്കാനായിട്ട് അകത്തേക്ക് പോയി. മെയിൻ വില്ലൻ അവനെ തടയുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കാതെ അകത്തേക്ക് പോവുകയാണ്. സോ വേറെ നിവൃത്തിയില്ലാതെ മെയിൻ വില്ലനും അകത്തേക്ക് പോകുന്നു. പക്ഷേ അകത്തെത്തിയപ്പോഴാണ് ഇവിടുത്തെ AC ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് ചാർലറ്റ് അവരോട് പറയുന്നത്. നമ്മുടെ ക്രോപ്പ് ടോപ്പ് വില്ലൻ ശരിക്കും 3G ആയി. ഇവനൊരു വില്ലൻ ആണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. പോരാത്തതിന് വൃത്തിയുമില്ല ബുദ്ധിയുമില്ല. പക്ഷേ മെയിൻ വില്ലൻ അവൻ കുറച്ച് ക്ലെവറാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ അവിടെ ഇരുന്ന് പസിൽ സോൾവ് ചെയ്യുമ്പോൾ അവനിപ്പോൾ വന്ന കാർ കണ്ട് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അപ്പോഴാണ് ചാർലറ്റ് വന്ന് അവന്റെ കോഫി റീഫിൽ ചെയ്യുന്നത്. ശേഷം അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ തന്റെ കത്തികളെല്ലാം അവൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ അതിനിടയിൽ അവൻ നെർവസ് ആയിരിക്കുന്നത് കണ്ട് അവൾ കാര്യം തിരക്കുമ്പോഴാണ് ഇന്ന് രാവിലെ സംഭവിച്ച ബാങ്ക് റോബറി ന്യൂസിൽ പറഞ്ഞ സെയിം കാറാണ് പുറത്ത് കിടക്കുന്ന എന്ന വിവരം ഹീറോ അവളോട് പറയുന്നത്. ആക്ച്വലി അവളും രാവിലെ ആ ന്യൂസ് കേട്ടിരുന്നു. സോ ഇവന്മാർ തന്നെയായിരിക്കും ആ ഒരു റോബറി ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. ഇക്കാര്യം തന്റെ ഹസ്ബൻഡായ ഷെരീഫിനെ വിളിച്ചറിയിക്കാനാണ് ചാർലറ്റ് തീരുമാനിക്കുന്നത്. ഈ ഷെരീഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസിനെ പോലെ ആ നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഒക്കെ നോക്കുന്ന ഓഫീസറാണ്. നമ്മുടെ ഫ്രം സീരീസ് കണ്ടവർക്കെല്ലാം ഓൾറെഡി അറിയാമല്ലോ. വാട്ട് എവർ, ചാർലറ്റും ഹീറോയും വളരെ രഹസ്യമായി സംസാരിച്ച കാര്യങ്ങളൊക്കെയും
മെയിൻ വില്ലൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഷെരീഫ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ വില്ലൻ ഇവിടെ അലേർട്ട് ആവുകയാണ്. നമ്മുടെ നായയുടെ കഷ്ടകാലത്തിന് അപ്പുറത്തുള്ള സൈഡിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫായ വിർജീനിയയാണ്. ആ ഒരു ഫോൺ അവളുടെ ഹസ്ബൻഡായ ചാർലിയുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും മെയിൻ വില്ലൻ വന്ന് ചാർലറ്റിന് നേരെ തോക്കു ചൂണ്ടും. സോ ഒന്നും പറയാൻ പറ്റാതെ അവൾ ആ ഒരു കോൾ കട്ട് ചെയ്യുകയാണ്. ചാർലി ആണെങ്കിൽ അവൾ അവിടുത്തെ AC റിപ്പയർ ചെയ്യുന്ന കാര്യം പറയാനാകും വിളിച്ചതെന്ന് കരുതി തിരിച്ചു വിളിക്കാനും തയ്യാറാകുന്നില്ല. അപ്പോഴവിടെ രണ്ട് വില്ലന്മാരും കൂടി നമ്മുടെ ഹീറോയെയും ഹീറോയിനെയും തോക്കിൻ മുന്നിൽ നിർത്തുകയാണ്. അവന്മാർ ആരാണെന്ന കാര്യം ഇവർക്ക് മനസ്സിലായി എന്ന് വില്ലന്മാർക്കറിയാം. സോ അതൊന്നുകൂടി ഉറപ്പിക്കാൻ ചാർലറ്റിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായി അവൻ അവളെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അവളുടെ വായിൽ നിന്നത് കേൾക്കുമ്പോൾ അവൻ അവളുടെ കൊങ്ങിക്ക് പിടിച്ച് അമർത്തുകയാണ്. പക്ഷേ ഇപ്പോഴവളെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നില്ല. പകരം ആ ഒരു ഫോണിന്റെ കേബിൾ കട്ട് ചെയ്തിട്ട് ചാർലറ്റിനെ ഹീറോയുടെ അടുത്ത് കൊണ്ടിരുത്തുന്നു. തുടർന്ന് രണ്ടുപേരെയും വില്ലൻ പരിചയപ്പെടുകയാണ്. ഹീറോ ജസ്റ്റ് ഒരു കിച്ചൺ നൈഫ് സെയിൽസ്മാൻ ആണെന്ന് മനസ്സിലായി. അവന്റെ കാറിലാണെങ്കിൽ ഫ്യൂലുമില്ല. ചാർലറ്റിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് വെർണന്റെ പക്കലും കാറില്ല എന്നത്. പുള്ളിക്കാരൻ അപ്പുറത്തായിട്ട് മോട്ടൽ നടത്തുന്നുണ്ട്. അതിലെ ഒരു മുറിയിലാണ് പുള്ളിയും താമസിക്കുന്നത്. ഇപ്പോഴിവിടെ വേറെ കസ്റ്റമർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുക്കൊന്നും വന്നിട്ടില്ല. സോ ഇവന്മാർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ഇവിടെ വേറെ കാറോ ഫ്യൂവലോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോയോടും ചാർലറ്റിനോടും ഇവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ വില്ലൻ ഓർഡർ ഇടുകയാണ്. ഇനി ഇവിടേക്ക് ഫ്യൂവലുള്ള ഒരു വാഹനം വരുന്നത് വരെ ഇവിടുന്ന് കടന്നു കളയാൻ വില്ലന്മാർക്ക് സാധിക്കില്ല. സോ അതുവരെ വെയിറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു വണ്ടി വന്ന വിവരം ക്രോപ്പ് ടോപ്പ് വില്ലൻ അവരോട് പറയുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്നും പറഞ്ഞ് വില്ലന്മാർ അവരുടെ സ്ഥലത്തേക്ക് തിരികെ ചെന്നിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഒരു ചെറിയ പേടിയോടെയാണെങ്കിലും നോർമലായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. ഇത്തവണ അവിടേക്ക് വന്നത് ഒരു ക്യൂട്ട് ഓൾഡ് കപ്പിളായിരുന്നു. അവരുമായിട്ട് ചാർലറ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓർഡർ എടുക്കുമ്പോൾ അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് നോക്കി വില്ലന്മാർ അവളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഷെരീഫ് ചാർലിയുടെ അസിസ്റ്റന്റായ ഗേവിൻ ഇങ്ങനെ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചാർലി വിളിച്ച് അവനോട് കോഫി വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ്. ഒപ്പം ചാർലറ്റ് നേരത്തെ വിളിച്ചിട്ട് ഒന്നും പറയാതെ കോള് കട്ട് ചെയ്തല്ലോ, അതെന്താണെന്ന് ചോദിക്കാനൊക്കെ പറയുന്നുണ്ട്. അവൻ ആ ഓർഡേഴ്സ് എല്ലാം കോപ്പി ചെയ്തിട്ട് മൂവീസിലെ പോലീസൊക്കെ പറയുന്നത് പോലെ ഓവർ എന്നൊക്കെ പറയുന്നുണ്ട്. ആശാൻ വളരെ പാവം പിടിച്ച ഒരു ഡ്രീമി ക്യാരക്ടറാണ്. പക്ഷേ ചാർലി അവനോട് ഈ സിനിമയിലെ പോലീസിനെ പോലെ ബിഹേവ് ചെയ്യാതെ നോർമലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കോൾ കട്ട് ചെയ്യുമ്പോൾ താങ്ക്സ് ഗേവിൻ, ഓവർ ആൻഡ് ഔട്ട് എന്നൊക്കെ നമ്മുടെ പയ്യൻ തന്നെ സ്വയം പറഞ്ഞ് ആശ്വസിക്കുകയാണ്. ശേഷം അവൻ നമ്മുടെ ആളുകളെല്ലാം ഉള്ള ഡൈനറിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ ക്രോപ്പ് ടോപ്പ് വില്ലൻ നമ്മുടെ മെയിൻ വില്ലനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ കരുതിയത് ബോസ് ചാർലറ്റിനെ നേരത്തെ കൊല്ലുമെന്നായിരുന്നു. കാരണം അവന് തലക്ക് തീരെ വെളിവില്ലല്ലോ. പക്ഷെ മെയിൻ ആളങ്ങനെയല്ല, അവന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഒക്കെയുണ്ട്. ഇതിനിടയിൽ ക്രോപ്പ് ടോപ്പ് വില്ലന് വാഷ്റൂമിൽ പോകാനായിട്ട് ചാർലറ്റിനോട് സ്ഥലം ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് പോയി അന്വേഷിക്കാൻ മെയിൻ വില്ലൻ ഓർഡർ ഇടുന്നുണ്ട്. പോരാത്തതിന് അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തട്ടിക്കളയുമെന്നും അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഇവിടെ വേറെ കാറൊന്നും അവൈലബിൾ അല്ല എന്നും വെർണൻ നടത്തുന്ന മോട്ടലിനെ കുറിച്ചുമെല്ലാം അവൾ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ അന്വേഷിക്കാനാണ് ക്രോപ്പ് ടോപ്പ് വില്ലൻ പോകുന്നത്. അവൻ നൈസായിട്ട് വെർണന്റെ അടുത്ത് പോയിട്ട് അതെല്ലാം കൺഫേം ചെയ്യുന്നു. ചാർലറ്റ് പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു കപ്പിളിനെ കാണാം. അവർ രണ്ടുപേരും പരസ്പരം ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒരു ഗണ്ണൊക്കെ എടുത്തിട്ട് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ലുക്കും ഗണ്ണും പിന്നെ അവിടെ കിടക്കുന്ന ആ ഒരു കാറും മാത്രമേ ഉള്ളൂ. രണ്ടിന്റെ കയ്യിലും പൈസ ഒന്നും എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറെ പണം സമ്പാദിക്കണം എന്നതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. സോ രാവിലെ നടന്ന ബാങ്ക് റോബറിയെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ആ റോബറി നടത്തിയവന്മാർ ജീവിതത്തിൽ രക്ഷപ്പെട്ടല്ലോ, ഇനി പണിയൊന്നും എടുക്കാതെ അവർക്ക് ജീവിക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ രണ്ടെണ്ണം. അവരവിടെ അതൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഡൈനറിലെത്തിയ ഗേവിൻ അവനെ ഏൽപ്പിച്ച പോലെ കോഫിയൊക്കെ ഓർഡർ ചെയ്യുകയും നേരത്തെ കോൾ കട്ട് ചെയ്തതിന്റെ കാരണവും ചാർലറ്റിനോട് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഷെരീഫിനെ കണ്ടപ്പോൾ മെയിൻ വില്ലൻ അവരുടെ കോൺവെർസേഷൻ ശ്രദ്ധിച്ചിരിപ്പുണ്ട്. അത് മനസ്സിലാക്കുന്ന ചാർലറ്റ് ഇവിടെ കുറെ കസ്റ്റമേഴ്സ് വന്ന് ബിസി ആയതുകൊണ്ട് കോള് കട്ട് ചെയ്താണെന്ന് പറയുകയാണ്. ശേഷം അവൾ കോഫി എടുക്കാൻ പോകുന്നതിനിടയിൽ ഗേവിൻ അവിടുത്തെ കസ്റ്റമേഴ്സിനോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ചാർലറ്റ് ആണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി തോന്നി ചാർലിക്ക് വേണ്ടി ഉണ്ടാക്കിയ കോഫിയിൽ കുറെ ഷുഗർ ഇടുകയും ആ ഒരു കപ്പിന്റെ മൂടിയിൽ ഹെൽപ്പ് എന്നെഴുതി പുറത്ത് ചാർലി എന്ന് ലേബിൾ ഇടുകയും ചെയ്യുകയാണ്. ഇവളിവിടെ എന്തെങ്കിലും പണിയൊപ്പിച്ചാലോ എന്ന് തോന്നി വില്ലൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം ആ ഒരു കപ്പ് ശ്രദ്ധിച്ചിട്ട് ചാർലിക്ക് എന്താ സ്പെഷ്യൽ കോഫിയാണോ എന്ന് ചോദിക്കുകയാണ്. ചാർലിക്ക് ഷുഗർ ഇടുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പേരെഴുതിയതെന്ന് അവൾ മറുപടി കൊടുക്കുമ്പോൾ ഗേവിനും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്നാട്ടിലെ ഷെരീഫ് ചാർലിയുടെ ഭാര്യയാണ് ചാർലറ്റ് എന്നുകൂടി ഗേവിൻ പറയുന്നു. അപ്പോഴാണ് അക്കാര്യം വില്ലൻ അറിയുന്നത്. ചുലി ചാർലിക്ക് ഷുഗർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവൾ കുറെ ഷുഗർ ആ ഒരു കോഫിയിൽ ഇട്ടത്. പതിവിലും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതൊരു അപായ സൂചനയായിട്ട് തോന്നുമല്ലോ. അങ്ങനെ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് ചാർലിക്ക് മനസ്സിലാവുകയും അവളെ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്നും ചാർലറ്റ് കണക്കുകൂട്ടി. പക്ഷെ പെട്ടെന്നാണത് സംഭവിച്ചത്. വാഷ്റൂമിൽ പോയി വെർണന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് തിരികെ വന്ന ക്രോപ്പ് ടോപ്പ് വില്ലൻ പുറത്തു കിടക്കുന്ന ഷെരീഫിന്റെ കാറ് കണ്ട് അലേർട്ട് ആവുകയാണ്. അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് ആ മണ്ടൻ അറിയത്തില്ലല്ലോ. അവൻ ഗണ്ണൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അബദ്ധമൊന്നും കാണിക്കലേ, ഇവിടെയെല്ലാം ഓക്കെയാണെന്ന രീതിയിൽ ഹീറോ അവന് ഹിന്റ് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് തിരിയുന്ന വില്ലനും ഗേവിനും കൂടി കൂട്ടിയിടിച്ച് കയ്യിലുണ്ടായിരുന്ന കോഫിയെല്ലാം നിലത്ത് വീണ് ആകെ കുളമാകുമ്പോൾ ചാർലറ്റിന്റെ പ്ലാനും അവിടെ പൊളിയുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഹെൽപ്പ് എന്നെഴുതിയ ആ ഒരു മൂടി അവൻ കണ്ടില്ല. ശേഷം വില്ലൻ
വില്ലന്മാരവിടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുമ്പോൾ ഗേവിനൊരു പാവമായതുകൊണ്ട് തന്നെ വേറെ സംശയമൊന്നും തോന്നിയില്ല. പോരാത്തതിന് മെയിൻ വില്ലൻ അവൻ എന്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും പരിചയപ്പെടുത്തുകയാണ്. ഇതേ സമയം വീണ്ടും കോഫി പാക്ക് ചെയ്യുന്ന ചാർലറ്റിന് ഒരു ചാൻസ് കൂടി എടുക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല. കാരണം മെയിൻ വില്ലൻ അവളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് നോക്കിയിരുന്ന ഹീറോയോടും ഗേവിൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ആകെ നെർവസ് ആയതുകൊണ്ട് തന്നെ ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നുണ്ടായില്ല. അതൊന്നും കാര്യമാക്കാതെ പാവം ഗേവിൻ അവന്റെ വഴിക്ക് പോയി. അതും നോക്കി പ്രതീക്ഷ നഷ്ടപ്പെട്ട ഹീറോയും ഹീറോയിനും അങ്ങനെ നിരാശരായി നിൽക്കുമ്പോഴാണ് ഇവിടെ കാറൊന്നുമില്ല എന്ന് ചാർലറ്റ് പറഞ്ഞത് സത്യമാണ് എന്ന കാര്യം അനിയൻ വില്ലൻ മെയിൻ വില്ലനോട് പറയുന്നത്. അപ്പോഴവിടേക്ക് വെർണൻ കയറി വന്നിട്ട് പറയുന്നത് ട്രക്ക് ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല എന്ന വാർത്തയാണ്. ഇനിയും 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാമെന്നും എന്നിട്ടും വന്നില്ലെങ്കിൽ വീണ്ടും അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചു ചോദിക്കാമെന്നും പറയുമ്പോൾ അവരെല്ലാവരും നിരാശരാവുകയാണ്. എന്തായാലും വെർണൻ അവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഓൾഡ് കപ്പിൾസിലെ അപ്പൂപ്പൻ ഹീറോയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവന്റെ വേഷവും പരുങ്ങലും ഒക്കെ കണ്ട് അപ്പൂപ്പൻ അവനോട് സംസാരിക്കുമ്പോഴാണ് ഹീറോ ഒരു നൈഫ് സെയിൽസ്മാൻ ആണെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നത്. അതിനിടയിൽ ഇവിടുത്തെ ഫോൺ കേബിൾ കട്ടായി കിടക്കുന്നത് നമ്മുടെ വെർണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് എന്തെങ്കിലും പന്തികേട് തോന്നിയോ എന്നറിയില്ല. കാരണം അടുത്തതായിട്ട് കാണുന്നത് ഷെരീഫ് സ്റ്റേഷനാണ്. നമ്മുടെ ചാർലറ്റിന്റെയും ചാർലിയുടെയും 70th ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. സോ വെർജീനയും ചാർലിയും ഇവിടെ ആനിവേഴ്സറിയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് കോഫിയും കൊണ്ട് ഗേവിൻ അവിടേക്ക് വരുന്നത്. അവൻ അവർക്കുള്ള കോഫി കൊടുത്ത ശേഷം ഗ്യാസ് സ്റ്റേഷനിൽ ഇതുവരെ ഫ്യൂൽ ട്രക്ക് വന്നില്ല എന്നും അതുകൊണ്ട് ഇവിടെ കസ്റ്റമേഴ്സിനെ തിരക്കായതുകൊണ്ടുമാണ് ചാർലറ്റ് കോൾ ചെയ്തതെന്നും ചാർലിയോട് പറയുകയാണ്. മാത്രമല്ല ചാർലിയും വൈഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവൻ ചോദിക്കുന്നുണ്ട്. കാരണം ചാർലറ്റ് യൂഷ്വലി ഉള്ള പോലെയായിരുന്നില്ല എന്ന് ബിഹേവ് ചെയ്തത് എന്ന് അവന് തോന്നിയിരുന്നു. അതൊരു പക്ഷേ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടായിരിക്കാം, അവൾ അതോർത്ത് വിഷമിക്കുന്നതാകും എന്നാണ് ചാർലി പറയുന്നത്. അപ്പോഴും ഡൈനറിൽ ഒരു പ്രശ്നമുള്ളത് പോലെ ഇവർക്ക് തോന്നുന്നില്ല. അവരെങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. മാത്രമല്ല അവിടെ വെർജീനയാണെങ്കിൽ ഡൈനറിൽ നമ്മുടെ ഹീറോ സോൾവ് ചെയ്യുന്ന അതേ പസിൽ നോക്കിയിരിക്കുകയാണ്. അതിലൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പണം എടുത്ത് ഓടിപ്പോവുക എന്നർത്ഥം വരുന്ന 4 ലെറ്റർ ഉള്ള വേർഡ് അതെന്തായിരിക്കുമെന്ന് വെർജീന ചോദിക്കുമ്പോൾ ഷൂ എന്നാണ് മണ്ടനായ ഗേവിൻ പറയുന്നത്. ഇതേ സമയം ഇവിടെ വെർണൻ ആണെങ്കിൽ അവിടെ പൊട്ടിക്കിടക്കുന്ന കേബിളിനെ കുറിച്ച് ചാർലറ്റിനോട് ചോദിക്കുമ്പോൾ ഇവിടെ നടന്നതൊന്നും പറയാതെ അവൾ ഓരോ കള്ളം പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. ചാർലറ്റിനെ ഇനി കോൾ ചെയ്യണമെങ്കിൽ തന്റെ പക്കലുള്ള ഫോൺ യൂസ് ചെയ്യാമെന്ന് അവനും പറയുന്നു. ഇവിടെ ഇവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ച് വളരെ അലേർട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് വില്ലനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട യങ് കപ്പിൾ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന തീവ്രമായ ആഗ്രഹമുള്ളത് കൊണ്ടാവാം അവിടെ എത്തുമ്പോൾ തന്നെ വില്ലന്മാരുടെ ഗ്രീൻ പിന്റോ കാർ അതിലെ പയ്യന്റെ കണ്ണിലൊടുക്കുകയാണ്. അവർ രണ്ടുപേർക്കും ബാങ്ക് റോബറി ന്യൂസിനെ കുറിച്ച് അറിയാമല്ലോ. സോ ഇത് തന്നെയാണ് ആ കാർ എന്ന് മനസ്സിലാക്കി അവൻ തന്റെ കാറിൽ നിന്നൊരു ടൂൾ എടുത്ത് പിന്റോ കാറിന്റെ ബൂട്ട് കുത്തി തുറക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സൗണ്ട് കേൾക്കുന്ന ഹീറോ അവിടേക്ക് നോക്കുന്നുണ്ട്. അവിടെ നടക്കുന്നത് എന്താണെന്നും അവന് മനസ്സിലായി. പക്ഷേ ഈ യങ് കപ്പിൾസിന് ബൂട്ട് ഓപ്പൺ ആക്കാൻ സാധിച്ചില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ വെർണൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കാണുന്ന പയ്യൻ ബൂട്ട് തുറക്കാനെടുത്ത ടൂൾ ആ ഒരു കാറിന്റെ തന്നെ അടിയിലേക്ക് വലിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വെർണന്റെ മുന്നിൽ നല്ല പിള്ളേരായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഫ്യൂവൽ അടിക്കാനാണ് വന്നതെങ്കിൽ ഡൈനറിൽ വെയിറ്റ് ചെയ്യണമെന്ന് വെർണൻ അവരോട് പറയുകയാണ്. അപ്പോഴവിടെ അടുത്ത ഗ്യാസ് സ്റ്റേഷൻ എവിടെയാണെന്ന് പയ്യൻ ചോദിക്കുമ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമാ കൗണ്ടി എന്ന് വെർണൻ പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ പുതിയ കപ്പിളും ചാർലറ്റിന്റെ ഡൈനറിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ ഇവിടെയുള്ളവരിൽ ആരായിരിക്കും ആ ഒരു റോബറി ചെയ്തതെന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം പുറത്തെ ആ കാർ ആരുടേതാണെന്ന് ഇവർക്കറിയത്തില്ലല്ലോ. പയ്യൻ വിചാരിക്കുന്നത് ശരിക്കുമുള്ള വില്ലന്മാരായിരിക്കും റോബറി ചെയ്തതെന്നാണ്. പക്ഷേ പെണ്ണിന ഓൾഡ് കപ്പിളിനെയും ഹീറോയിനും വരെ സംശയമുണ്ട്. എന്തായാലും സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ അപ്പൂപ്പൻ അവിടെ ഇരുന്നുറങ്ങുകയാണ്. അമ്മൂമ്മ എന്തോ തുന്നിക്കൊണ്ടിരിക്കുന്നു. അവരൊഴുകി ബാക്കി എല്ലാവർക്കും ഇവിടെ ക്രിമിനൽസ് ഉള്ള കാര്യം അറിയാം. സോ ബാക്കിയുള്ളവരെല്ലാം ഓരോ ചിന്തയിലാണ്. അപ്പോഴാണ് അവിടേക്ക് അടുത്ത വണ്ടി വരുന്നത്. ഒരു കൗബോയ് ലുക്കുള്ള ആളാണ് ഇത്തവണ വരുന്നത്. പുള്ളി ഇവിടത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വന്നത്. പതിവില്ലാതെ ഇവിടെ കുറെ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ കൗബോയ് നമ്മുടെ ചാർലറ്റിനോട് കാര്യമൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂവൽ ട്രക്ക് വരാൻ വൈകുന്ന കാര്യം അവൾ അയാളെ അറിയിക്കുകയാണ്. ശേഷം പുള്ളി അവിടെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മെയിൻ വില്ലൻ അവരുടെ അടുത്തേക്ക് വരികയും അയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൗബോയ് ആളത്ര നിസ്സാരക്കാരനായിരിക്കില്ല എന്നുറപ്പാണല്ലോ. സ്വാഭാവികമായിട്ടും പുള്ളിയുടെ പക്കലും ഒരു ഗണ്ണുണ്ടാവും. ആ ഒരു ഗണ്ണുള്ള കാര്യം വില്ലനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും വില്ലൻ മെല്ലെ അയാളെ പരിചയപ്പെടുകയും ഇവിടത്തെ ഫുഡിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ബിസ്ക്കറ്റ് ആൻഡ് ഗ്രേവി ട്രൈ ചെയ്ത് നോക്കാൻ കൗബോയ് വില്ലനോട് പറയുകയാണ്. അതിനെ തുടർന്ന് രണ്ടുപേർക്കുമുള്ള ഫുഡ് എടുക്കാൻ ചാർലറ്റ് അകത്തേക്ക് പോകുമ്പോഴാണ് കൗബോയുടെ വണ്ടിയിൽ ഓൾറെഡി ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് മെയിൻ വില്ലൻ കൗബോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥ അവസരം എന്ന് മനസ്സിലാക്കി കൗബോയുടെ വണ്ടിയെടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വില്ലൻ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. ശേഷം അവിടെയുള്ള ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് പ്ലേ ചെയ്ത് വില്ലൻ അവന്റെ സൈഡിലേക്ക് നടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഓരോ പ്ലാനിങ്ങിലായിരുന്നു. നമ്മുടെ ഹീറോയുടെ പക്കൽ അവന്റെ തന്നെ ഒരു കത്തിയുണ്ട്. യങ് കപ്പിൾസിന്റെയും കൗബോയുടെയും കയ്യിൽ ഗണ്ണുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പോഴാണ് അടുത്തൊരു ടിസ്റ്റ്. ഓൾഡ് കപ്പിൾസും നിസാരക്കാരല്ല മക്കളെ, അവരുടെ പക്കലും ഒരു ഗണ്ണുണ്ട്. ചാർലറ്റ് ആണെങ്കിൽ സെർവ് ചെയ്യാനുള്ള ഫുഡ് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു കത്തിയും എടുത്ത് കയ്യിൽ കരുതുന്നുണ്ട്. ശേഷം വില്ലന് വേണ്ടി
ഭക്ഷണവും കൊണ്ടുവരുമ്പോൾ അവൻ സഡൻ ആയിട്ട് ചാർലറ്റിനെ നേരെ ഗണ്ണ് ചൂണ്ടി എല്ലാവരെയും പേടിപ്പിക്കുകയാണ്. കറക്റ്റ് ടൈമിൽ ആ ഒരു മ്യൂസിക് അവിടെ സ്റ്റോപ്പ് ആകുമ്പോൾ അവിടെയുള്ള എല്ലാവരും അവന്മാരെ കണ്ട് പേടിക്കുകയാണ്. സോ വില്ലൻ അവന്റെ ആവശ്യം പറയുകയാണ്. ഇപ്പോൾ വന്ന കൗബോയുടെ വണ്ടിയാണ് അവർക്ക് വേണ്ടത്, അതിന്റെ കീ തരുകയാണെങ്കിൽ ചാർലറ്റിനെ വെറുതെ വിടാമെന്ന് വില്ലൻ പറയുമ്പോൾ ആദ്യം അവളെ വിടുകയാണെങ്കിൽ കീ തരാമെന്ന് കൗബോയും പറയുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് ഉറക്കമെഴുന്നേറ്റ അപ്പൂപ്പൻ തന്റെ ഗണ്ണെടുത്ത് വില്ലന്മാർക്ക് നേരെ ചൂണ്ടുന്നത്. അത് കണ്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പ് വില്ലൻ പെട്ടെന്ന് പേടിക്കുമ്പോൾ അമ്മുമ്മ അപ്പൂപ്പനോട് വെടിവെക്കാൻ പറയുന്നുണ്ട്. അത് കാണുന്ന കൗബോയും തന്റെ പക്കലുള്ള ഗണ്ണെടുത്ത് അവർക്ക് നേരെ ചൂണ്ടുകയാണ്. മര്യാദക്ക് അവളെ വിട്ടില്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് വില്ലനെ ഷൂട്ട് ചെയ്യുമെന്ന് കൗബോയ് തറപ്പിച്ച് പറയുമ്പോൾ ചാർലറ്റ് പതിയെ അവളുടെ പോക്കറ്റിലേക്ക് കൈയിടുന്നുണ്ട്. കാരണം അവളുടെ പോക്കറ്റിലാണ് അവൾ ആ കത്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം യങ് കപ്പിൾസിലെ പയ്യനും അവന്റെ ഗണ്ണെടുക്കുകയാണ്. പക്ഷേ ആ ഒരു ഗണ്ണ് അവൻ ചൂണ്ടിയത് കൗബോയുടെ നേർക്കായിരുന്നു. അവൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് അവന്റെ കൂടെയുള്ള പെണ്ണിനും മനസ്സിലായില്ല. എന്നാൽ ക്രോപ്പ് ടോപ്പ് അണ്ണന്റെ പ്രശ്നം ഇവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ ഗണ്ണുണ്ടല്ലോ എന്നതായിരുന്നു. അതവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആ ഒരു ഗണ്ണും വെച്ചാണല്ലോ അവൻ ബാങ്ക് റോബറി നടത്തിയത്. അതിന്റെ ബലത്തിലായിരുന്നു ഈ അഹങ്കാരമൊക്കെ കാണിച്ചത്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഗണ്ണുണ്ടല്ലോ. സോ പയ്യന്റെ ഡീൽ ഇതാണ്. വില്ലന്മാരെ അവന് സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ അവരുടെ കയ്യിലുള്ള പണത്തിന്റെ ഒരു പങ്ക് അവന് കൊടുക്കണം. മെയിൻ വില്ലൻ ആ ഒരു ഡീലിന് സമ്മതിക്കുമ്പോൾ കൗബോയ് പയ്യനോട് അടുത്ത ഡീൽ വെക്കുകയാണ്. അതായത് ഇവർ ഈ പറയുന്ന പണത്തെക്കുറിച്ച് അവനറിയില്ല. പക്ഷെ ചാർലറ്റിനെ വെറുതെ വിടുകയാണെങ്കിൽ വണ്ടിയുടെ കീ തരാമെന്നും ഇവിടെ ആർക്കും പരിക്ക് സംഭവിക്കാതെ എല്ലാവർക്കും പിരിയാമെന്നും ഈ പറയുന്ന പണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പിരിച്ചെടുക്കാമെന്നുമാണ് കൗബോയ് പറയുന്നത്. അത് കേട്ട ഉടനെ പയ്യൻ അവന്റെ തൊക്ക് വില്ലന് നേരെ ചൂണ്ടുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ വില്ലൻ അവന് കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കൗബോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടാൻ പറയുമ്പോൾ പണത്തിനോടുള്ള ആക്രാന്തത്തിൽ അവൻ അതനുസരിക്കുന്നു. അപ്പോൾ കീ തരാമെന്ന് കൗബോയ് സമ്മതിക്കുകയാണ്. എന്നാൽ അന്നേരം പയ്യനെടുത്ത പ്ലാൻ ഇറക്കുകയാണ്. കീ ആ ഒരു പയ്യന് കൊടുക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അവന് പണം കിട്ടാതെ വന്നാലോ. ഇതിനെ ചൊല്ലി അവർ തമ്മിൽ പരസ്പരം വഴക്കിടുമ്പോൾ ചാർലറ്റ് പതിയെ പോക്കറ്റിൽ നിന്ന് കത്തി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത് കാണുന്ന അപ്പൂപ്പനും അവളോട് വേഗം ചെയ്യുമോളെ എന്ന് പറയുമ്പോൾ അവൾ വില്ലന്റെ കാലിൽ ആ ഒരു കത്തി കുത്തി ഇറക്കുന്നു. പിന്നെ ഒരു 10 സെക്കൻഡ് അവിടെ ഒരു കിടിലൻ ഷൂട്ട് ഔട്ട് തന്നെയായിരുന്നു. മൊത്തത്തിൽ വെടിയും പുകയും മാത്രം. ആരെയൊക്കെ വെടിവെച്ചെന്ന് ഒരു പിടുത്തവുമില്ല. ആ ഒരു വെടിവെപ്പിൽ നമ്മുടെ ഹീറോയിൻ മരണപ്പെടുകയും അതുപോലെ മെയിൻ വില്ലനെ സാരമായ പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു അടിപൊളി സീൻ തന്നെയായിരുന്നു കേട്ടോ. വാട്ടെവർ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ക്രോപ്പ് ടോപ്പ് വില്ലന് ഒന്നും സംഭവിച്ചില്ല. അവൻ മാത്രമല്ല യങ് കപ്പിളിലെ പെങ്കൊച്ചും പിന്നെ ഹീറോയും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും ഇവനെ പേടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ ഇവൻ വലിയ ആറ്റിറ്റ്യൂഡിൽ വില്ലൻ കളിക്കാൻ തുടങ്ങി. പക്ഷെ അതും കുറച്ച് നിമിഷത്തേക്ക് മാത്രമായിരുന്നു. നമ്മുടെ വെർണൻ ഒരു മാസ് എൻട്രി കൊടുത്ത് ഷോട്ട് ഗൺ എടുത്ത് നമ്മുടെ ക്രോപ്പ് ടോപ്പണനെ അങ്ങോട്ട് കൊന്നു തള്ളുകയാണ്. ബാക്കിയുണ്ടായിരുന്ന ജീവൻ കൊണ്ട് നമ്മുടെ മെയിൻ വില്ലൻ വെർണനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്താലേ ജീവൻ പോകാൻ കുറച്ച് സമയമുള്ളപ്പോഴും വില്ലൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്തു. അന്നേരം യങ് കപ്പിളിലെ പെൺകൊച്ചിന് ആ ഒരു പൈസ അടിച്ചു മാറ്റാനുള്ള ബുദ്ധി തോന്നി. അവൾ ഒരു ഗണ്ണും എടുത്ത് ഒളിച്ചിരുന്ന ഹീറോയുടെ നേർക്ക് ചൂണ്ടുകയാണ്. കാരണം ഇനി ആരോഗ്യത്തോടെ ബാക്കിയുള്ളത് ഹീറോ മാത്രമാണ്. അവനെ കൂടി തീർത്താൽ പണവും എടുത്ത് ആ പെണ്ണിനെ രക്ഷപ്പെടാം. അവൾക്ക് നല്ല പേടിയുണ്ടെങ്കിലും അവൾ അത് മാനേജ് ചെയ്ത് ഹീറോയെ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെടികൊള്ളുന്നത് മറ്റൊരിടത്താണ്. മാത്രമല്ല അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് തെറിച്ച് നിലത്ത് വീഴുന്നുമുണ്ട്. അവൾ അത് എടുക്കാനായിട്ട് തിരിയുന്ന സമയത്ത് ഹീറോ അവന്റെ കയ്യിലെ കത്തിയും എടുത്ത് ഓടി വന്ന് അവളുടെ ചങ്കിൽ കുത്തി ഇറക്കുകയാണ്. ആക്ച്വലി ഹീറോ എന്ന പേര് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു പേടിത്തൊണ്ടനാണ്. ഇപ്പോൾ കാണിച്ചത് ഹീറോയിസ് ആണെന്ന് വിചാരിക്കേണ്ട. ഇതും ആ ഒരു മൊമെന്റിൽ എങ്ങനെയോ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. ഹീറോ ശരിക്കും നന്നായിട്ട് പേടിച്ചിട്ടാണ് പിന്നീട് തോക്കും എടുത്ത് വില്ലന്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ അവനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഓൾറെഡി വില്ലന് സാരമായ പരിക്ക് പറ്റിയതുകൊണ്ട് അധികം വൈകാതെ വില്ലന് മരിക്കുന്നു. ഹീറോ ഇവിടെ ജീവൻ നിലനിർത്താൻ മാത്രമാണ് ശ്രമിച്ചത്. എന്തായാലും ഇപ്പോഴിവിടെ അവൻ മാത്രമാണ് ബാക്കിയായതും. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം വല്ലാതെ ടെൻഷൻ ആക്കുന്ന ഹീറോ നേരെ വെർണന്റെ മോട്ടലിൽ ചെന്ന് പോലീസിനെ കോൾ ചെയ്യാനായിട്ട് ഡയൽ ചെയ്യും. പക്ഷെ പെട്ടെന്നാണ് അവന്റെ മനസ്സ് മാറുന്നത്. ഇവിടെ എങ്ങും ആരും തന്നെയില്ല. പെട്ടെന്ന് ആരും വരാൻ പോകുന്നില്ല. സോ എന്തുകൊണ്ടാ വില്ലന്മാരുടെ പണം തട്ടിയെടുത്തുകൂടാ? ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാൻ കിട്ടിയ വലിയൊരു അവസരമാണ്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ ഹീറോ തീരുമാനിക്കുകയാണ്. അങ്ങനെ വില്ലന്റെ അടുത്ത് ചെന്ന് കീ എടുത്ത ശേഷം വണ്ടിയിൽ നിന്ന് ആ പണം എടുക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ കൗബോയുടെ കാറും എടുത്ത് അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ അത് തുടർ അന്വേഷണങ്ങളിൽ പിടിക്കപ്പെടാൻ കാരണമാകും എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് ഒരു ഹോസും ക്യാനും എടുത്ത് കൗബോയുടെ വണ്ടിയിലെ പെട്രോൾ അവൻ തന്റെ കാറിലേക്ക് മാറ്റുകയാണ്. അതിനിടയിൽ ആ ഒരു ക്യാൻ നിറഞ്ഞ് കുറച്ച് പെട്രോൾ അവിടെ താഴെയെല്ലാം വീഴുന്നുണ്ട്. ഇതേ സമയം ഷെരീഫ് സ്റ്റേഷനിൽ നിന്ന് ഡൈനറിലേക്ക് അവർ കോൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഫോൺ ബിസിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അവർ വെർണന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. സോ ചാർലിയും ഗേവിനും കൂടി ഡൈനറിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്ക് നമ്മുടെ ഹീറോ അവന്റെ പണിയെല്ലാം ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ടായിരുന്നു. മോട്ടലിൽ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് ഹീറോ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാലും അവൻ ആ വില്ലന്റെ കാർ കീ എടുത്ത് തിരികെ വെക്കുകയും പോകാൻ നേരം ഒരു നിമിഷം നിന്നിട്ട് ആ ഒരു പസിലിൽ ഉണ്ടായിരുന്ന പണം എടുത്തിട്ട് ഓടിപ്പോവുക എന്ന 4 അക്ഷരമുള്ള വാക്കിന് ലൂട്ട് എന്ന് എഴുതി വെക്കുകയും ചെയ്യുന്നു. ശേഷം ആ ന്യൂസ് പേപ്പറും ചാർലറ്റ് സേറയ്ക്ക് വേണ്ടി പാക്ക് ചെയ്ത പയ്യുമെല്ലാം അവൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ്. പെട്ടെന്നാണ് പുറത്തൊരു ഹോൺ ശബ്ദം കേൾക്കുന്നത്. പുറത്ത് ആരോ വന്നെന്ന് മനസ്സിലാക്കുന്ന ഹീറോ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അവൻ പതിയെ ഡൈനറിന്റെ പിൻഭാഗത്തേക്ക് പോയി മറഞ്ഞു നിന്ന് നോക്കുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഷെരീഫ് ആയിരുന്നില്ല, മറിച്ച് ഗ്യാസ് സ്റ്റേഷനിലേക്ക് വന്ന മറ്റൊരു കപ്പിളായിരുന്നു. ഷെരീഫ് എന്തായാലും ഇവിടെ എത്താൻ കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു. വാട്ടെവർ ഇപ്പോൾ വന്ന കപ്പിളിലെ ഡേവിഡ് ഡൈനറിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരും മരിച്ചു കിടക്കുന്നത് കണ്ട് പേടിക്കുകയാണ്. സോ അവൻ പേടിച്ചൊച്ച വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ഭാര്യയും അടുത്തേക്ക് വന്ന് കാര്യം തിരക്കുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ച് ഇപ്പുറത്ത് ഹീറോയും ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ
അപ്പോഴാണ് ഡേവിഡ് ഉടനെ പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നത്. അത് കേൾക്കുന്ന ഹീറോ പോലീസിനെ വിളിച്ചാൽ തനിക്ക് ആകെ പ്രശ്നമാകുമെന്നറിയാവുന്നത് കൊണ്ട് അയ്യോ പോലീസിനൊന്നും വിളിക്കല്ലേ, എന്താ നടന്നതെന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഡേവിഡിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. സോ ഡേവിഡ് അവളോട് അകത്ത് കണ്ട ഡെഡ് ബോഡികളെ കുറിച്ച് പറയുമ്പോൾ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഹീറോ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരായാലും ഹീറോയെ വിശ്വസിക്കാൻ തയ്യാറാവില്ലല്ലോ. അതുപോലെ ഡേവിഡും ഹീറോയെ സസ്പെക്ട് ആയിട്ട് കാണുമ്പോൾ നമ്മുടെ ഹീറോ വേറെ വഴിയില്ലാതെ തന്റെ പക്കലുണ്ടായിരുന്ന ഗൺ എടുക്കുകയാണ്. അത് കണ്ട് അവർ രണ്ടുപേരും നന്നായിട്ട് പേടിച്ച് കരയുകയാണ്. ഈ ഒരു നിമിഷം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലോ എന്ന് പേടിച്ച് ഡേവിഡ് അവന്റെ ഭാര്യയോട് ഐ ലവ് യു സേറ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് അവരുടെ അലിവ് തോന്നുകയാണ്. കാരണം അവന്റെ മകളുടെ പേരും സേറ എന്നാണല്ലോ. ഒരുപക്ഷെ അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും സേറയായിരിക്കാം. അതുകൊണ്ടാവാം ഹീറോ ഇപ്പോൾ ഈ ഒരു കപ്പിളുമായിട്ട് ഡീൽ വെക്കുകയാണ്. അതായത് ഹീറോ ഇപ്പോൾ ഇവർക്ക് $10,000 കൊടുക്കാൻ തയ്യാറാണെന്നും പകരം ഇവിടെ നടന്ന കാര്യങ്ങളോ ഹീറോയെ കുറിച്ചോ ഇവർ ആരോടും പറയാൻ പാടില്ല, മാത്രവുമല്ല കിട്ടിയ പണം കൊണ്ട് മാക്സിമം ദൂരേക്ക് വേഗം പൊയ്ക്കോളാനും ഹീറോ പറയുമ്പോൾ അവർ അതിന് സമ്മതിക്കുന്നു. ശേഷം ഹീറോ ആ ബാഗിലെ പണം എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഇത് ആ ബാങ്ക് റോബറി ചെയ്ത പണമാണെന്ന് സേറയ്ക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ആ റോബറി ചെയ്തത് താനല്ല എന്ന് ഹീറോ പറയുമ്പോൾ അവൾ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഡേവിഡാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സേറ ഒത്തിരി പേടിച്ച് അവശയാകുകയായിരുന്നു. സോ ഇനി ഇവരോട് സത്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഹീറോ ഒരു വില്ലൻ പരിവേഷം അങ്ങ് ചമയുകയാണ്. അവനാണ് ഈ ബാങ്ക് റോബറി ചെയ്തതെന്നും ഈ ഡൈനറിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു തള്ളിയതും താൻ തന്നെയാണെന്നും പറഞ്ഞ് അവൻ സ്വയം ഒരു ഡേഞ്ചറസ് പേഴ്സൺ ആണെന്ന രീതിയിൽ അവരെ പേടിപ്പിക്കുമ്പോൾ അവരും അവർ പറയുന്നത് കേട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവരെ കൂടുതൽ പേടിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയ ശേഷം വലിയ മാസിൽ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടയൊന്നും പൊട്ടുന്നില്ല. അത് കണ്ട് പേടിച്ചരണ്ട നിന്നിരുന്ന രണ്ടുപേരും ഒന്ന് കൂളാകുന്നുണ്ട്. ഇവൻ അത്ര കുഴപ്പക്കാരനല്ല എന്ന് അവർക്കും തോന്നിക്കാണും. ഹീറോ ആണെങ്കിൽ ഒരു മണ്ടനെ പോലെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ ഇത് നോക്കട്ടെ എന്നൊരു ഭാവത്തിൽ ഗണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ ദേഷ്യം കയറുന്ന ഡേവിഡ് ഓടിച്ചെന്ന് ഹീറോയുടെ ദേഹത്ത് കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് അബദ്ധത്തിൽ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഫയറായിട്ട് മുന്നിലുണ്ടായിരുന്ന സേറ മരിച്ചു വീഴുകയാണ്. അത് കണ്ട് ഡേവിഡിനേക്കാളധികം ടെൻഷൻ ആകുന്നത് ഹീറോയാണ്. ഹീറോയുടെ രണ്ടാമത്തെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കൊലപാതകവും സംഭവിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് ഡേവിഡും ഹീറോയും തമ്മിൽ അടിയാകുമ്പോൾ കാറിന് താഴേക്ക് തെറിച്ചു വീഴുന്ന ഗണ്ണ് എടുക്കാനായിട്ട് ഹീറോ ശ്രമിക്കുന്നുണ്ട്. അത് തടയാനായിട്ട് ഡേവിഡും പരിശ്രമിക്കുമ്പോൾ അവരറിയാതെ ഗണ്ണ് വീണ്ടും ഫയറായിട്ട് ഹീറോയുടെ കാറിന്റെ പെട്രോൾ ടാങ്കിൽ കൊണ്ട് ടാങ്ക് ലീക്ക് ആവുകയാണ്. പക്ഷെ ആ ഒരു സംഘർഷത്തിനിടയിൽ ഹീറോ അതൊന്നും അറിയുന്നില്ല. അവരെന്തായാലും അടിയുണ്ടാക്കിയ അവസാനം ഹീറോ ഡേവിഡിനെ അടിച്ചു കൊല്ലുകയാണ്. അപ്പോഴാണ് ഡേവിഡിന്റെ കാറിൽ നിന്നും അവരുടെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ആ കരച്ചിൽ കേട്ട് കാറിലേക്ക് നോക്കുന്ന ഹീറോ അവരുടെ കുഞ്ഞിനെ കാണുന്നുണ്ടെങ്കിലും താൻ കാരണം ഒരു കുഞ്ഞ് അനാഥമായല്ലോ എന്ന് ചിന്തിച്ച് പശ്ചാത്തപിക്കാൻ നിൽക്കാതെ അവൻ സോർത്തനായിട്ട് സ്വന്തം കാര്യം നോക്കി ആ ഒരു കാറും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. സോ ഇത്രയും നേരം നമ്മൾ ഹീറോ എന്ന് വിളിച്ചവൻ പണത്തിന് വേണ്ടി 3 ജീവനെടുത്ത് ഒരു വില്ലനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും അറിയാതെ കാറിൽ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് എൻജോയ് ചെയ്താണ് ഗേവിനും ചാർലിയും ഡൈനറിലേക്ക് പോകുന്നത്. പക്ഷെ ആ ഒരു സന്തോഷവും ചിരിയും ഒന്നും അധികം നേരത്തേക്ക് ഉണ്ടായില്ല. അവിടെ എത്തുമ്പോഴാണ് അവരുടെ ചിരിമായുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. ഡൈനറിന് പുറത്ത് തന്നെ ഡെഡ് ബോഡി കണ്ട് പേടിക്കുന്ന ചാർലി അകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അവൻ അവളെ വാരി പുണർന്ന് വിഷമിച്ച് കരയുന്നത് കണ്ട് ഗേവിനും അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും തന്റെ ഭാര്യയെ കൊന്നവരെ വെറുതെ വിടാൻ ചാർലി തയ്യാറല്ല. സോ അവനുടനെ സ്വയം കൺട്രോൾ ചെയ്ത് ഷെരീഫായിട്ട് ചിന്തിക്കുകയാണ്. പുറത്ത് കിടക്കുന്ന ഗ്രീൻ പിൻഡോ നേരത്തെ വന്നപ്പോൾ കണ്ടിരുന്നോ എന്ന് അവൻ ഗേവിനോട് ചോദിക്കുമ്പോൾ അവൻ അത് അറിയില്ല എന്ന് വിഷമിച്ച് പറയുകയാണ്. ശരിക്കും അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. രാവിലെ നടന്ന ബാങ്ക് റോബറിയിലെ കാർ ഇതായിരുന്നു എന്ന് ചാർലി ഇപ്പോൾ പറയുമ്പോഴാണ് ഗേവിൻ അക്കാര്യം അറിയുന്നത് തന്നെ. ഒരുപക്ഷെ ഗേവിൻ അത് നോട്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യവുമില്ലാത്തത് കൊണ്ട് തന്നെ അവരവിടെ സർവൈവേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതിനിടയിൽ ഇവിടെ നിന്നൊരു കാർ പുറത്തേക്ക് പോയ വിവരം താഴെ കിടന്നിരുന്ന പെട്രോൾ എല്ലാം കണ്ട് ചാർലി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മറ്റൊരു കാറിലുണ്ടായിരുന്ന കുഞ്ഞിനെ അവൻ കാണുന്നത്. ഉടനെ തന്നെ ആ ഒരു കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്ത് അവൻ ഗേവിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ശേഷം ആ ഒരു പിൻഡോ കാറിൽ പണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ചാർലിക്കും ഗേവിനും ഹീറോയുടെ കാറിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. രാവിലെ ചാർലറ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ ചാർലി ആ ഒരു കാർ ഇവിടെ കണ്ടതാണ്. സോ ചാർലി ആ കാറുമായി രക്ഷപ്പെട്ട ആളെ കണ്ടെത്താനായിട്ട് പുറപ്പെടുകയാണ്. ഇതേ സമയം പെട്രോൾ ടാങ്ക് ലീക്ക് ആയതറിയാതെ ഹീറോ പെരുവഴിയിലാവുകയാണ്. അവസാന നിമിഷം എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ എന്ന ദേഷ്യത്തിൽ അവൻ സ്വയം പഴിച്ച് പണമുള്ള ബാഗുമായിട്ട് അവൻ അപ്പുറത്തേക്ക് നടക്കുമ്പോഴാണ് താഴെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ട്രക്ക് കാണുന്നത്. അവൻ ഓടിച്ചെന്ന ട്രക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഡ്രൈവർ ഓൾറെഡി മരിച്ചതായിട്ട് കാണാം. മാത്രമല്ല ട്രക്കിൽ നിന്നും ഒത്തിരി പെട്രോളും ലീക്ക് ആവുന്നുണ്ട്. സോ ഇത് തന്നെയാണ് അവരെല്ലാം നേരത്തെ വെയിറ്റ് ചെയ്തിരുന്ന ഫ്യൂൽ ട്രക്ക് എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് അവിടെ പോലീസ് വണ്ടിയുടെ സൈറൺ കേൾക്കുന്ന ഹീറോ ആ ട്രക്കിന് മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഇവിടെ ചാർലി ഒരു തോക്കുമായിട്ട് വന്ന് ഹീറോയുടെ കാർ പരിശോധിക്കുകയാണ്. അതിനകത്ത് പണവുമില്ല ആളുമില്ല. എന്നാൽ ബൂട്ടിനുള്ളിൽ കുറച്ച് കത്തി അടങ്ങുന്ന ബോക്സ് കാണുന്നുണ്ട്. അത് കണ്ട് ചാർലി വിഷമത്തോടെ അപ്പുറത്തെ സൈഡിലേക്ക് നീങ്ങുമ്പോൾ അവിടെ വായും പിളർന്ന് ഒരു പൊട്ടയെ പോലെ നമ്മുടെ ഹീറോ നിൽക്കുന്നത് കാണുകയാണ്. അവൻ ഓടിച്ചെന്ന് ഹീറോയെ ഷൂട്ട് ചെയ്യുമ്പോൾ ഹീറോ അവിടെ ഒളിച്ചിരുന്ന് താൻ നിരപരാധിയാണെന്ന് പറയുകയാണ്. ആ പണം എടുത്ത തെറ്റ് മാത്രമാണ് താൻ ചെയ്തതെന്നും കൊലപാതകങ്ങളിലൊന്നും തനിക്ക് പങ്കില്ല എന്നും ഹീറോ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിന്റെ കത്തി ആ പെൺകൊച്ചിന്റെ ചങ്കിൽ കുത്തിയിറങ്ങിയതെന്ന് ചാർലിയും തിരിച്ചു ചോദിക്കുന്നു. മാത്രമല്ല എന്തിനാണ് ചെറിയ കുഞ്ഞിനെയും അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാമെന്ന് കൂടി ചോദിക്കുമ്പോൾ ഇവൻ തന്നെ വിശ്വസിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഹീറോ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് താഴെ ലീക്കായി കിടന്നിരുന്ന പെട്രോളിലേക്ക് തീ പകരുകയാണ്. എന്നിട്ട് ഓടുകയാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാത്ത ചാർലി വളരെ ഇമോഷണൽ ആയിട്ട് നീ എന്റെ ഭാര്യയെ കൊന്നു, അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് കരഞ്ഞു
കരഞ്ഞു പറഞ്ഞ് ഹീറോയെ ചന്നം ഭിന്നം വെടിവെക്കുകയാണ്. അടുത്ത നിമിഷം അതിലൊരു വെടി കൊണ്ട് ഹീറോ അവിടെ വീഴുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഫ്യൂവൽ ട്രക്ക് പൊട്ടിത്തെറിച്ച് ആ ഒരു തീഗോളം ചാർലിയെയും വിഴുങ്ങുകയാണ്. പക്ഷേ എന്നിട്ടും വെടികൊണ്ട ഹീറോ തന്റെ മുറിവിൽ അമർത്തിപ്പിടിച്ച് ബാഗും എടുത്ത് പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അധിക ദൂരം നടക്കാനാവാതെ അവൻ അവിടെ കാലിടറി വീഴുകയാണ്. അങ്ങനെ അവസാന നിമിഷം അവനും മരണത്തിന് കീഴടങ്ങുമ്പോൾ ബാക്കിയായ ആ പണം വെറും പേപ്പർ കഷ്ണം പോലെ പറന്നകലുകയാണ്. അപ്പോൾ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ കുഞ്ഞിക്കിളി ഇതെല്ലാം കണ്ട ഒരു മരക്കൊമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. അതായത് മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രകൃതി ഒരു സാക്ഷിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമാ കൗണ്ടി എന്ന ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചിത്രം? പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് കേട്ടോ. അവസാനമാകുമ്പോഴേക്കും ഹീറോ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് പണത്തിന് വേണ്ടി ഹീറോയെ വില്ലനാക്കുന്ന നിമിഷങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് അവനെ ഒരിക്കലും ഹീറോ എന്ന് വിളിക്കാനും സാധിക്കില്ല. ഒരാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റൊരാളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ മുഴുനീള ചിത്രം പറഞ്ഞത്. അപ്പോൾ ഹീറോയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്ന ഒരു ഗംഭീര ട്വിസ്റ്റും ത്രില്ലും ഒക്കെ ഉള്ള ഒരു കൊറിയൻ ചിത്രമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.